ബീറ്ററാണ്. ബീറ്ററിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രൂപത്തിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ബീറ്റർ. അപ്പോൾ ബീറ്റർ ഇതിൻ്റെ നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ യൂസ് ചെയ്യാറുള്ളതാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വെറുതെ ഇപ്പോൾ ഒന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചതാണ്. മാക്കിസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. ഈ ഹാൻഡ് മിക്സറിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്നതും കഴിയുന്നതും ഒക്കെ ആയ കാര്യങ്ങളെല്ലാം ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ ഇത് 2 ഇയർ വാറണ്ടിയാണ്. അങ്ങനെ ബീറ്ററിൻ്റെ ഹാൻഡ് മിക്സറിൻ്റെ ഇത് 2 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈന കുഴപ്പമില്ല, ആവറേജ് കൊള്ളാവുന്നൊരു കമ്പനിയാണ്. മാക്കിസ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി നല്ലൊരു കമ്പനിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ പല പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്തിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് തുറന്ന് കണ്ടാലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ബ്ലേഡുകളാണുള്ളത്. ഹാൻഡ് മിക്സറിൻ്റെ ഇതിൻ്റെ ബോക്സിനുള്ളിൽ 4 ബ്ലേഡുകളാണുള്ളത്. 2 നമ്മുടെ മുട്ട ബ്ലെൻഡ് ചെയ്യാനും, അതുപോലെ തന്നെ നമുക്ക് 2 മറ്റേ മൈദയൊക്കെ കുഴയ്ക്കാനും അങ്ങനെയുള്ള ഇതിനൊക്കെ ആയിട്ടുള്ളതാണ്. 2 ഇതാണ് അതിൻ്റെ ഇത് മൈദ കുഴയ്ക്കാനൊക്കെ ഉള്ളതായിട്ട് കുറച്ചേ വരുള്ളൂ കേട്ടോ. കുറച്ച് മൈദകളൊക്കെ ഇങ്ങനെ മൈദ കുറച്ച് കുഴയ്ക്കാനും അതും ഇതുമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ലോക്കുണ്ട്, ലോക്ക് ഇതൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡാണ് കേട്ടോ. ഇത് അറബിയിലുള്ളതാണ്. അതിൻ്റെ ഒരു വശം അറബിയിൽ എഴുതിയിട്ടുണ്ട്, മറുവശത്ത് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. വാറണ്ടി കാർഡ് 2 ഇയർ വാറണ്ടിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനി. മാക്കിസ്റ്റിൻ്റെ ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 2 ഇയർ വാറണ്ടിയാണ്. അപ്പോൾ ഇതല്ല, അത് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് യൂസർ മാനുവലാണ്. യൂസർ മാനുവൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് വായിച്ച് നോക്കിയിട്ട് ചെയ്യേണ്ട രീതികളൊക്കെ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതനുസരിച്ചിട്ട് വേണം ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അങ്ങനെയാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, ഹാൻഡ് മിക്സർ. നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കട്ടെ. കാരണം ഇത് പുതിയൊരു പ്രോഡക്റ്റാണ്. ഈ മാക്കിസ്റ്റിൻ്റെ ഒരു പുതിയൊരു പ്രോഡക്റ്റായിട്ടാണ് ഇവർ ഇറക്കിയേക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വിച്ച്. നമ്മുടെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ 7 സ്പീഡുണ്ട്. അത് 7 സ്പീഡാണ്. 1, 2, 1 മുതൽ 7 വരെയുള്ള സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം. സ്പീഡ് കൂട്ടിയിട്ടും അങ്ങനെയായിട്ട് ചെയ്യാം. അതുപോലെ അത് തന്നെയാണ്, അതിൽ തന്നെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ബ്ലെൻഡിങ്ങിനുള്ള ഇത് പിടിപ്പിക്കുന്നത്, ബ്ലെൻഡർ പിടിപ്പിക്കുന്നതൊക്കെ. താഴത്തെ ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ അതിൻ്റെ അടിയിൽ അതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലെൻഡർ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ബ്ലേഡ് കയറ്റാനുള്ള ഹോളാണിത്. ആ ഹോളിൽ നമുക്ക് പ്രസ് ചെയ്തതിന് ശേഷമാണ്, മുകളിൽ പ്രസ് ചെയ്തതിന് ആ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ലോക്ക് ആക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലഗ് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അവർ എല്ലാം കറക്റ്റായിട്ട് വെച്ചിരുന്നതാണ്. അതിൽ നമുക്ക് ഫ്യൂസ്ഡ് ആയിട്ടുള്ള പ്ലഗാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തെങ്കിലും വൈദ്യുതി കൂടുതൽ വന്നാലോ ഇലക്ട്രിസിറ്റി കൂടുതൽ വന്നാലോ കയറി വന്നാലോ ഒക്കെ അത് ഫ്യൂസ് പോയിട്ട് നമുക്ക് പ്രൊഡക്റ്റിന് കംപ്ലൈൻറ്റ് ഇല്ലാണ്ടിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ 220, 110, 220 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. 240 യൂസ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് മാർക്കേഴ്സിൻ്റെ ഈ ബീറ്റർ ഹാൻഡ് മിക്സർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലേഡ്, ഞാൻ വെച്ചതാണ്. ഇത് നമുക്ക് സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മുട്ട അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ, മുട്ടയൊക്കെ ചെറിയ ഒക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്. ഇനിയുണ്ട് ഒരെണ്ണോടെ ഉണ്ട്, നമുക്ക് മൈദ കുഴയ്ക്കാനും അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഉള്ളത് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മൈദയൊക്കെ കുഴയ്ക്കാനുള്ള ബ്ലേഡ്. ഇതിപ്പോൾ ഞാനത് ലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ടൊന്ന് ലോക്ക് ചെയ്തിട്ടാണ്. പിന്നെ അതിൻ്റെ ലോക്കുണ്ട്. അതിൻ്റെ ലോക്ക് നമ്മൾ മുകളിൽ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ മുകളിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് നേരെ താഴത്തേക്ക് പോയിക്കോളും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചത്. ഹാൻഡ് മിക്സറിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ന് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.